വൈറ്റ് റിയ, വെള്ളറിയ, ഗ്രേ ജംഗിൾ ഫൗൾ, ഗാലസ് സൊനാറാറ്റിസിൽ പെടുന്ന കാട്ടുകോഴി. കാട്ടുകോഴി എന്ന് പറയുമ്പോൾ ചിരി വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ പൂവാലന്മാരൊക്കെ വിളിക്കുന്ന പേരുകൊണ്ട്. ഇത് വൈറ്റ് റിയ, ഇത് ഗ്രേ ജംഗിൾ ഫൗൾ, കാട്ടുകോഴി. സംഭവം കൊള്ളാം. നോ സ്പിറ്റിംഗ്. പ്ലാവ്, മരമുല്ല, ട്രീ ജാസ്മിൻ. ഇത് ഉത്രാക്ഷം എന്ന് പറഞ്ഞാൽ മരമല്ല, ഉത്രാക്ഷം ഏതൊരു കേട്ടിട്ടില്ല. ഇലഞ്ഞിപ്പൂ, ഇല്ലപ്പൂ, ഇലഞ്ഞി, ഇലഞ്ഞി, ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരും, ഇന്ദ്രിയങ്ങളിലതു പകരും, പകൽ കിനാവി. മരച്ചീര ശരിക്കും നമ്മൾ കണ്ടുവരുന്ന പല മരങ്ങൾക്കും, അതായത് മലയാളി മരങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ മരങ്ങൾക്കോ ഒരു ഇംഗ്ലീഷ് പേരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, മരച്ചീര ഇംഗ്ലീഷിലും മരച്ചീര, പിസോണിയ ഗ്രാൻഡിസിൽ പെടുന്നത്, ഫാമിലി നിക്ടാഗിനാക്കിയ. ഇത് ഒലട്ടിപ്പന, ഒലട്ടിപ്പന. പനാന്ന് കേട്ടിട്ടുണ്ടോ? ഒലട്ടിപ്പന എന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്, വായിക്കുന്നതും കേൾക്കുന്നതും. മഹാഗണി, ഇതാണ് മഹാഗണി. മഹാഗണി എന്ന് പറയുമ്പോൾ ഒരു കോമഡി എനിക്ക് ഓർമ്മ വരും. മഹാഗണി സംഗതി സീരിയസ് ആണെങ്കിലും കെണി ട്രാപ്പ്. പക്ഷേ ഗണി, മഹാഗണി എന്ന് പറയുമ്പോൾ കെണിയാവാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നു. അതാണ് എനിക്ക് ചിരി വരും. ചെറു ഏണി മുള, വയ ബാംബു അല്ലെങ്കിൽ വൈറ്റ് ബാംബു, ഡെൻഡ്രോകലാമസ് മെംബ്രാനാഷിയസ് മുൺറോയിൽ പെടുന്നതും, ഫാമിലി പോവാക്കിയ അല്ലെങ്കിൽ പോക്കിയ. ബ്ലാക്ക് ബീൻ, ഇതിൻ്റെ പേര് ഡൈപ്സിസ് ലൂട്ടസിൽ പെടുന്ന യെല്ലോ പാം. ഫാമിലി നിങ്ങൾ തന്നെ പോയി വായിച്ചിട്ട് വാ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. യെല്ലോ പാം, ഗോൾഡൻ golden cane palm, jungle marking nut, തൊട്ടടുത്തായിട്ട് റബ്ബർ മരം. മരം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വേർഡില്ല, അല്ല വാക്കില്ല എന്ന് പറയുമ്പോൾ
അതെന്തോന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളിപ്പോൾ ഈ കോക്കനട്ട് ട്രീ അല്ലെങ്കിൽ എന്തിനായാലും മരം എന്ന് പറയുമ്പോൾ ട്രീ എന്ന് പറയുന്നുണ്ടല്ലോ. ട്രീ എന്ന് പറയുമ്പോൾ തന്നെ മരം എന്നാണ്. പിന്നെ ഇംഗ്ലീഷിൽ റബ്ബർ മരം എന്ന് എഴുതേണ്ട കാര്യം റബ്ബർ ട്രീ എന്ന് എഴുതിയ പോരെ. ഉത്രാക്ഷം, ബ്ലാക്ക് ബീൻ, ബ്ലാക്ക് ബീൻ. നമ്മൾ എൻ്റർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന പോലെ എൻ്റർ ദ മെയിൻ പോയിന്റ്. ഹിമാലയൻ കഴുകൻ, ഇതാണ് നമ്മുടെ ഹിമാലയൻ കഴുകൻ. ഹിമാലയൻ കഴുകൻ ദോണ്ട് നിൽക്കണേ, ദോണ്ട്. ആഹാ, ഇതാണ് മീൻ മുതല, ഗാരിയൽ. ഗാരിയാലിസ് ജാൻജെറ്റിക്കസിൽ പെടുന്നത്. ദോണ്ട് കിടക്കുന്നു. 2 മുതലകൾ. കൊള്ളാം, നല്ല വ്യൂ. സോറി ഗൈസ്, ഒരു ചെറിയൊരു എഡിറ്റ്, അതായത് തിരുത്ത്. 3ാമത്തതും ദാ കിടക്കുന്നു. മൂന്നാമത്തത് ദോണ്ട്. ഈ ഒരു കുളത്തിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ കാണാം. ബേർഡ്സ് ഇൻ അക്വാറ്റിക് അവിയറി, ജലപക്ഷികൾ, ബ്ലാക്ക് ഹെഡഡ് ഇബിസ്, പർപ്പിൾ ഹെറോൺ, ബ്ലാക്ക് ക്രൗണ്ട് നൈറ്റ് ഹെറോൺ, ഇന്ത്യൻ പോണ്ട് ഹെറോൺ, ഗ്രേ ഹെറോൺ, ഓറിയൻ്റൽ ഡാർട്ടർ ഓർ സ്നേക്ക് ബേർഡ്, ചോരക്കോഴി, ഗ്രേറ്റ് വൈറ്റ് പെലിക്കാൻ, വരും ഇലപ്പൂമണമൊഴുകി വരും, ഇന്ദ്രിയങ്ങളിലതു പകരും, പകൽ കിനാവിൻ പനിനീർമഴ. ആഹാ, മുകളിൽ ഇത്രയും ആശാന്മാരുണ്ടായിട്ടാണ് ഞാൻ കാണാത്തതാ. ആശാനാണോ ആശാട്ടിയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും കണ്ടോളൂ, ബ്യൂട്ടിഫുള്ള്. സൈഡിലും ഉണ്ട് കുറേ. ചെരിഞ്ഞ് ഒടിഞ്ഞൊടിഞ്ഞ് എൻ്റെ ഫോൺ താഴെ വരുന്നു. കൊള്ളാം. ഇതിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ അപ്ഗ്രേഡഡ് ഇമ്പോർട്ട്സ് ആണെന്ന് തോന്നുന്നു. അപ്ഗ്രേഡഡ് ഇമ്പോർട്ട്സ്. ആഹാ, ട്രിവാൻഡ്രം വന്നത് എന്തായാലും മുതലായി. കൊള്ളാം. മൊബൈൽ ക്യാമറയിൽ നിന്നുള്ള വ്യൂ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൺലൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ.
പറയുന്നു